നമസ്കാരം. പശ്ചിമേഷ്യയിലെ യുദ്ധം മറ്റ് രാജ്യങ്ങളിലേക്ക് വ്യാപിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരിക്കുന്നു. ഇസ്രായേൽ പലസ്തീൻ യുദ്ധം ഒരു ഭാഗത്ത് നടക്കവേ കൂടുതൽ രാജ്യങ്ങളിലേക്ക് ഈ ഒരു സംഘർഷം നീണ്ടേക്കാം എന്നുള്ള ആശങ്കയാണ് ലോകമാധ്യമങ്ങൾ പങ്കുവയ്ക്കുന്നത്. ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ശക്തമായ മുന്നൊരുക്കങ്ങൾ നടത്തിപ്പോരുന്ന ഇറാന് കനത്ത പ്രഹരമേറ്റിരിക്കുകയാണ്. ഇറാന്റെ മുതിർന്ന സൈനിക കമാൻഡർ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. തൊട്ടു പിന്നാലെ പലയിടങ്ങളിലും യുഎസിന്റെ സൈന്യത്തിന് നേർക്ക് വലിയ ആക്രമണങ്ങൾ ഉണ്ടായിട്ടുമുണ്ട്. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഷിയ സംഘങ്ങൾക്കെതിരെ ആക്രമണം നടത്താൻ നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇറാഖിലെ വിവിധ കേന്ദ്രങ്ങളിൽ ഒരേ സമയം അമേരിക്കൻ മിസൈൽ പതിച്ചത്. ഖാസിം സുലൈമാനിക്ക് ശേഷം ഇറാന് നഷ്ടമായിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കമാൻഡർ കൂടിയാണ് ഈ സയ്യിദ് റാസി മൂസവി എന്ന് പറയുന്നത്. ഇറാൻ, ഇറാഖ്, സിറിയ, ലബ്നാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ ഷിയ സംഘങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏകോപന ചുമതല വഹിച്ചിരുന്ന വ്യക്തിത്വം കൂടിയായിരുന്നു അദ്ദേഹം. ഇറാൻ ഔദ്യോഗിക മാധ്യമങ്ങൾ തന്നെയാണ് മൂസവിയുടെ മരണം പുറത്തുവിട്ടത്. തൊട്ടു പിന്നാലെ ഇറാഖിൽ അമേരിക്കൻ സൈനികർക്ക് നേരെ വലിയ ആക്രമണം ഉണ്ടാവുകയും ചെയ്തു. മൂസവിയുടെ കൊലപാതക വിവരം പുറത്തു വന്നതോടെ ഇറാഖിൽ പലയിടത്തും അമേരിക്കൻ സൈന്യത്തിന് നേർക്കുണ്ടായത് ഡ്രോൺ ആക്രമണം കൂടിയാണ്. 3 അമേരിക്കൻ സൈനികർക്ക് വളരെ ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരുന്നുണ്ട്. എന്തായാലും ശക്തമായ തിരിച്ചടി നൽകാൻ തന്നെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഖദായിബ് ഹിസ്ബുല്ല എന്ന ഷിയ സംഘമാണ് നിലവിൽ അമേരിക്കൻ സൈന്യത്തെ ആക്രമിച്ചത് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഇവരുടെ നിരവധി പ്രവർത്തകരെ വധിച്ചിട്ടുണ്ട് എന്ന് യുഎസിന്റെ സൈന്യവും അവകാശപ്പെടുന്നു. എന്തായാലും ഇറാൻ ഇപ്പോൾ വീണ്ടും അമേരിക്കയുടെ കോപത്തിന് ഇരയായിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായ ഒരു തിരിച്ചടി അത് ഇറാനെ പല വിധത്തിലായിരിക്കും ബാധിക്കാൻ പോകുന്നത്. വരും ദിവസങ്ങളിൽ അമേരിക്ക കൂടി ചിത്രത്തിലേക്ക് ഉൾപ്പെടുന്നതോടുകൂടി ഈ അമേരിക്കയും ഇറാനും തമ്മിലുള്ള ഒരു പോരാട്ടത്തിലേക്കും പശ്ചിമേഷ്യയിലെ യുദ്ധം വഴി മാറുമോ എന്ന വലിയ ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് ന്യൂസിന്റെ മലയാളം.